നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രോഗികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ പരിഗണിച്ച് ആൽഫ മൂവാറ്റുപുഴ സെന്ററിലെ നഴ്സുമാർക്ക് റോട്ടറി ക്ലബിന്റെ ആദരം. ഹെഡ് നഴ്സ് സിനി മണികണ്ഠൻ, സ്റ്റാഫ് നഴ്സ് ആശാദീപു എന്നിവരെയാണ് മൂവാറ്റുപുഴ റോട്ടറി ക്ലബ് വൊക്കേഷണൽ സർവീസ് അവാർഡ് 2026 നൽകി ആദരിച്ചത്. വീടുകളിൽ രോഗശയ്യയിൽ കഴിയുന്നവർക്ക് സ്വാതന്ത്ര്യമായും സാന്നിധ്യമായും മാറിയ ഇവരുടെ നിസ്വാർത്ഥ സേവനത്തിനുള്ള അർഹമായ അംഗീകാരമാണിത്. ഈ പുരസ്കാരം ആൽഫ മൂവാറ്റുപുഴയുടെ പ്രവർത്തനങ്ങൾക്കു കരുത്തേകുന്നതാണെന്ന് സെന്റർ പ്രസിഡന്റ് അഷ്റഫ് മാണിക്യം, സെക്രട്ടറി വിൽസൺ കുരിശിങ്കൽ എന്നിവർ അറിയിച്ചു. മൂവാറ്റുപുഴ റോട്ടറി ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് റൊട്ടേറിയൻ ഡോക്ടർ കൊച്ചുറാണി രാജൻ അവാർഡ് ദാനം നിർവഹിച്ചു. ആതുര സേവന രംഗത്ത്, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ ചികിത്സാ മേഖലയിൽ കരുണയോടെയും ക്ഷമയോടെയും കൂടി ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് ചടങ്ങിൽ സംസാരിച്ച റോട്ടറി ക്ലബ് സെക്രട്ടറി ഡോക്ടർ ജെയിൻ മാത്യു ജേക്കബ് പറഞ്ഞു. റോട്ടറി ക്ലബ് ഭാരവാഹികളും മറ്റു പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ സംബന്ധിച്ചു. ആൽഫ വെള്ളാങ്കല്ലൂർ സെന്റർ നടത്തിയ ആരത്രിക പുലരി ക്ലബ് പ്രോഗ്രാം പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി സേവനം നേടുന്നവരുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യം കൊണ്ടും ഇടപെടൽ കൊണ്ടും ശ്രദ്ധേയമായി. ആക്ടിംഗ് പ്രസിഡന്റ് ഷഫീർ കാരുമാത്ര ഉദ്ഘാടനം ചെയ്തു. PRO മെഹർബാൻ ഷിഹാബ് പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി സേവനത്തെക്കുറിച്ച് വിശദീകരിച്ചു. ആരത്രിക കോർഡിനേറ്റർ ഹസീന PS, ഫിസിയോതെറാപ്പിസ്റ്റ് ദിയ സി ജോൺ, അക്കൗണ്ടന്റ് ദീപ്തി, ലിങ്ക് സെന്റർ ജോയിന്റ് സെക്രട്ടറി അസീറ അബ്ദുൾ മുത്തലിബ്, റിഫാന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ കലാമത്സരങ്ങളും ഉണ്ടായിരുന്നു. മുൻ DGP ജേക്കബ് തോമസ് IPS ആൽഫ ഒല്ലൂർ സെന്റർ സന്ദർശിച്ചു. മുന്നറിയിപ്പില്ലാതെ സെന്ററിലെത്തിയ അദ്ദേഹം ഭാരവാഹികളുമായി സെന്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും തുടർന്ന് സേവനത്തിനെത്തുന്നവരുമായും കുടുംബാംഗങ്ങളുമായും സ്റ്റാഫുമായും ആശയവിനിമയം നടത്തി. ഒല്ലൂർ സെന്റർ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച അദ്ദേഹം സെന്റർ ഭാരവാഹികളെയും സ്റ്റാഫിനെയും അഭിനന്ദനം അറിയിച്ചാണ് മടങ്ങിയത്. സെന്റർ പ്രസിഡന്റ് ബാബു പാനിക്കുളം, ട്രഷറർ MJ ഡേവിസ് എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.